അയ്യോ! ഇത് ഞങ്ങളിന്ന് ആരണ്യകാണ്ഡന്നേ വരുന്നുള്ളൂ. കിഷ്കിന്ധാകാണ്ഡം. അത് ഈ യൂട്യൂബിലൊക്കെ ഇനിയിപ്പോൾ റിവ്യൂ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ ഇനിയിപ്പം ഞങ്ങൾക്ക് മാത്രം തോന്നിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹൃദയം അതുപോലെ ആയിരുന്നു കേട്ടോ. കാരണം തിയേറ്റർ ഇവിടെ നമ്മുടെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്ഥിരം മലയാളം സിനിമകൾ കൂടുതലും എഡിസൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ബിഗ് ഓക്ക് സിനിമാസ് അവിടെയാണ് പോയി കാണുന്നത്. പക്ഷെ അവിടെ ഞങ്ങൾ പോയിട്ടുള്ള മിക്ക സിനിമകളിലും വളരെ കുറച്ച് മലയാള സിനിമകൾക്ക് ആ സ്ക്രീൻ കൊച്ചൊരു സ്ക്രീനിലും ആയിരിക്കും. കുറച്ച് ആൾക്കാരെ കാണുള്ളൂ, അങ്ങനെ ഫുള്ളൊന്നും ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. പക്ഷേ ഹൃദയം മൂവി ഇതുപോലെ ഭയങ്കര റിവ്യൂ ആയിരുന്നില്ല, എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ആ ഹൃദയം പോയപ്പോൾ ഏകദേശം ഞങ്ങളുടെ ആ സ്ക്രീൻ ഫുള്ളായിരുന്നു. പക്ഷേ എനിക്കും അനിയനും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു അമച്വറിഷ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു നമ്മൾ മൂവി കാണുമ്പോൾ ഒരു ഒന്നും തോന്നാതെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയോ, നമ്മളിപ്പോൾ ഈ പുതിയ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, നമുക്കും പ്രായമായി കഴിഞ്ഞ ആ ഒരു ഇതിലൊക്കെ കാണുന്ന ആണോന്നൊക്കെ ഞങ്ങളിങ്ങനെ സംശയിച്ചു. കാരണം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ OTT റിലീസ് ചെയ്ത് ആണല്ലോ പലരും ശരിക്കും നമ്മുടെ അതേ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞത്. അതായത് ഭയങ്കര വെച്ചാൽ മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെയൊക്കെ അഭിനയം ഒന്നും അതേപോലെ തന്നെ ഇപ്പം എന്തുമായിരുന്നു, മറ്റേ ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിച്ച് ഇതേപോലെ. അയ്യോ എനിക്ക് മറ്റേ വർഷങ്ങൾക്ക് ശേഷം അതും ഇതുപോലെ റിവ്യൂവും യൂട്യൂബും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആൾക്കാർ ഭയങ്കര മിക്കവാറും ഈ റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ ചാനലിലൊക്കെ വളരെ നല്ല അഭിപ്രായം കാണുമ്പോൾ നന്നായിരിക്കും, ഇത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും പോവും. വീണ്ടും ഏകദേശം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ നല്ല ചില സീൻസ് ഉണ്ടെന്നല്ലാണ്ട് സിനിമ ഒരു ഫുള്ളായിട്ട് നോക്കുമ്പോൾ അഗെയിൻ ആ പ്രണവ് മോഹൻലാലൊന്നും ഒരു അഭിനയിക്കാൻ അറിയാതെ ഒരു ഒരു സുഖമില്ല. നമുക്കൊരു ഫുൾ മൂവി കണ്ട പോലത്തെ ഒരു സുഖമേ ഇല്ല. ഇവിടെ കുറച്ച് സീൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പം അതും എനിക്കും അതിനുണ്ട്. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇതിപ്പോൾ നമുക്ക് മാത്രമാണോ എന്ന് വിചാരിച്ച്. ഇതുപോലെ OTTയിൽ ഇറങ്ങിയ ശേഷമാണല്ലോ അത് ഓക്കെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ ഞങ്ങൾക്ക് 2 സിനിമകൾ കാണണമെന്നുണ്ടായിരുന്നു. ഈ ആരണ്യകാണ്ഡം എനിക്ക് കിഷ്കിന്ധാകാണ്ഡവും പിന്നെ മറ്റേ ടൊവിനോട് അത് നാളെ പറ്റുമെങ്കിൽ ഞങ്ങൾ പോവും. കാരണം അല്ലെങ്കിൽ അനിയണ്ണൻ നാളെ മറ്റേ അറ്റ്ലാന്റയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്കെൻഡേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഈ സിനിമകളൊക്കെ ഇവിടെ നിൽക്കുമോ പോവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ കാണ്ഡത്തിൽ പോയി. കാണ്ഡവും ഇതുപോലെ ഭയങ്കര അവരുടെയൊക്കെ ഞാനതൊക്കെ കാണാറുണ്ട്. ഇൻ്റർവ്യൂസ് ഈ പ്രൊമോഷണൽ ഇവരുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ ജഗദീഷും അവരും വിജയരാഘവൻ അതുപോലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻസ്. ആസിഫ് അലിയുടെ ഭയങ്കര അഭിനയമാണ്, ഭയങ്കര നല്ല സിനിമയാണ്, ഇതൊക്കെ വളരെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര എന്തോ ഭയങ്കര സസ്പെൻസ് ത്രില്ലർ ആ ഒരു ജോണറിലുള്ള സിനിമയാണല്ലോ. അപ്പോൾ എന്തായാലും പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പക്ഷേ സിനിമയുടെ നല്ല വിഷ്വൽസൊക്കെ നല്ല ഭംഗിയാണ്. ആ ഒരു തിരുനെല്ലി അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ തണുപ്പും അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലാണ്ട് എൻ്റെ വിചാരം ഈ കിഷ്കിന്ധാകാണ്ഡം എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഫാൻറ്റസി അങ്ങനെയൊക്കെ ഒരു സസ്പെൻസ് ത്രില്ലറായിരിക്കും. ഇപ്പോൾ ഇൻ്റർവെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇൻ്റർവെൽ വരെ എത്തിയപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് ഇങ്ങനെ കാരണം ഒന്നും കിട്ടുന്നില്ല. എല്ലാം ഇങ്ങനെ എന്തോ ഇങ്ങനെ മൊത്തം ഒരു മിസ്റ്ററി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ കൂടുതൽ കഥയിലോട്ട് പോകുന്നില്ല. ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടു. ഇപ്പം നമ്മൾ ആ മറ്റേ വേൾഡിലോട്ട് പോകും. മറ്റേ എന്തോ എൻ്റെ വിചാരം എന്തോ ഇവിടെ വലിയൊരു കാരണം എല്ലാവരും ഇത്രയും നല്ല സിനിമയാണെന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് കാണാനുണ്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നതെന്ന് വിചാരിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കഥ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വളരെ സ്ലോ പേസ്ഡായിട്ട്. ഒരു ആർട്ട് മൂവിയുടെ ഒക്കെ ആർട്ട് ഫിലിമിൻ്റെ ഒരു ശ്രേണിയിൽ വേണമെങ്കിൽ പെടുത്താം. എനിക്ക് ആസിഫ് അലിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഈ ആസിഫ് അലിയുടെയൊക്കെ. പക്ഷേ എനിക്കറിയത്തില്ല, ഞങ്ങൾക്കിത് വർക്കായില്ല. എനിക്ക് അനിയനും പിള്ളേർക്കും ഞങ്ങൾക്ക് കാരണം ഒരു സസ്പെൻസ് ഇതൊക്കെ ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മൾ സിനിമ കണ്ടിട്ട് വരുന്ന ഇതൊന്നും എനിക്ക് അടിക്കാത്തതിന് കാരണം ഞാൻ വിചാരിച്ചു ഇതുപോലെ എൻ്റെ മനസ്സിൽ കുറേ ഇമാജിനേഷനിൽ ഞാൻ വെച്ചു അത് കഴിഞ്ഞിങ്ങനെ വലിയ ഈ
എഗെയിൻ ഈ മൂവിയുടെ പേര് വളരെ നമുക്ക് എന്താ പറയുക, നമ്മളെ വഴിതിരിച്ച് കിഷ്കിന്ധാ കാണ്ഡം എന്നും ഈ കാടും ഇതുമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ കുരങ്ങന്മാരും അവരെന്തെങ്കിലും വല്ല എന്താ പറയുക സൂപ്പർ നാച്ചുറൽ പവറുള്ള കുരങ്ങന്മാരും അവരുടെ എന്തെങ്കിലും കാണുമായിരിക്കും, അവരുടെ ഒരു വേൾഡിലോട്ട് പോകാൻ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഊഹിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ഒരു നമുക്ക് ആ ഒരു അതൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇത്ര ഇഷ്ടപ്പെട്ട് ഇത് വൺ ഓഫ് എ മൂവി എന്നൊക്കെ പറയുന്നത് കേട്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു ഈ സിനിമയുടെ പേര് ഫസ്റ്റ് അവർ, കാരണം വിജയരാഘവൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പു പിള്ളൈ എന്നോ അപ്പുക്കുട്ടനല്ല അപ്പു പിള്ളൈ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പോൾ ക്യൂറിയസ് കേസ് ഓഫ് അപ്പു പിള്ളൈ അങ്ങനെ എങ്ങാണ്ടായിരുന്നു ഈ സത്യം ആ പേരിട്ടിരുന്നെങ്കിൽ വരെ നമുക്കിങ്ങനെ അനാവശ്യ ഒരു ഹോപ്പോ അനാവശ്യമായിട്ട് നമ്മൾ ഈ കിഷ്കിന്ധാ കാണുന്ന ഈ മൂവിയുടെ ടൈറ്റിൽ എനിക്ക് ഒട്ടും ആപ്റ്റായിട്ട് തോന്നുന്നില്ല. കാരണം അത് ഭയങ്കരമായിട്ട് നമ്മൾ വേറെ അതും ഈ മൂവി ടൈറ്റിൽ പ്ലസ് ഈ ഇവരുടെ ഇൻ്റർവ്യൂസും ഈ ഫീഡ്ബാക്കും റിവ്യൂ ഒക്കെ കൂടെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും കാരണം നന്നായിട്ട് അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ നന്നായിട്ടുണ്ട്, നല്ല നമുക്ക് ആ തിരുനെല്ലി ആ ഒരു പക്ഷേ വിഷ്വൽസ് കാണാൻ സിനിമ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേണം. നമ്മളൊരു സിനിമ കണ്ട് ഒരു കഥ ഇതിപ്പോൾ അങ്ങ് വലിച്ച് നീട്ടി ഒരു ആർട്ട് ഫിലിം പോലെയൊക്കെ ഒരു രീതി, അതും നമ്മൾ വിചാരിച്ചത്ര ഒന്നും വെച്ചാൽ ഒരു സസ്പെൻസ് ഉണ്ട്, പക്ഷെ അത് ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു ഡയലോഗിലോ അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനിൽ ആ സസ്പെൻസ് പൊളിയുന്നു എന്നല്ലാതെ വിഷ്വലി വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഈ ഹൈപ്പും ഇതും കൊണ്ട് പോയിട്ടാണോ ഇങ്ങനെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത് അതോ അറിയത്തില്ല. പക്ഷേ ഇതിപ്പോൾ വിശ്വസിക്കാം. അപ്പോൾ ഇപ്പം എനിക്ക് മറ്റേ എന്തുവാണ് ARM രണ്ടാം അർജുനനോ ആരുടെയോ രണ്ടാം മോഷണം ടൊവിനോടെ അത് ഈ ഹൈപ്പ് എഗെയിൻ ഇതുപോലെ ഹൈപ്പ് കൊടുക്കുന്നതാണോ? അത് നാളെ ടിക്കറ്റൊക്കെ കിട്ടി സമയം സന്ദർഭം അനുസരിച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ വലുതും OTTയിൽ ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി. അല്ലാതെ എനിക്കിപ്പം അതാണ്. അപ്പം ഈ കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെ ഞങ്ങളുടെ അനുഭവം ഇത് ഇഷ്ടപ്പെട്ടവർ കാണും കേട്ടോ. പക്ഷേ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അനിയനും ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർക്കും. ജുഞ്ചു സാധാരണ എല്ലാ മൂവീസിലും ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ സാറിനെ ചോദിക്കും അവനെ ഏത് സിനിമ കണ്ടാലും അവൻ 10/10 ആണ്, ഫുൾ റേറ്റിംഗ് ആണ്, അവനൊന്നും ചീത്തയായിട്ടൊന്നും തോന്നില്ല എന്നാണ് അവൻ സ്ഥിരം അവൻ്റെ ഫീഡ്. പക്ഷേ അവൻ വരെ 0/10 ആണ്. അത് എസ്പെഷ്യലി ഒരു സീനുണ്ട്, ഒരു കുരങ്ങൻ പിന്നെ കൊല്ലുന്ന സീനോ അങ്ങനെ എന്തോ ഒരു സീൻ, അവനൊരു ആനിമൽ ലവറാണ് അപ്പോൾ ഭയങ്കര അത് അവനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു അവൻ 0/10 കൊടുത്തത്. പക്ഷേ ഞങ്ങൾക്കൊരു സുഖമില്ല, ഇത്രയും നമ്മൾ സമയം അവിടെ ചെന്ന് വെറുതെ, കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ പറയുന്ന മൂവി തിയേറ്റർ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ളതാണ്. അപ്പോൾ അത്രയും ഡ്രൈവും ചെയ്ത് പോയി. ഇന്ന് കുഞ്ചിക്ക് മറ്റേ ഡാൻസും ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് അങ്ങനെ ഞങ്ങൾ ഇത്രയും സമയവും മാറ്റി ഇത്രയും യാത്ര ചെയ്ത് ഈ ഒരു എഫേർട്ടിനൊന്നും ഒരു പ്രയോജനമില്ലാതെ, കാരണം ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനായിരുന്നു. അതാണ് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ഭയങ്കര ഹൈ ആക്കി ഒരു ഹൈപ്പ് തന്നിട്ട് പോയി കാണുമ്പോൾ ഇങ്ങനെ അയ്യോ എന്നുള്ള ഒരു ഇഫക്റ്റ് ആയിരുന്നു. ഇത്രയും ഞാൻ ഈ ഇൻ്റർവ്യൂസും ഈ ഒരു റിവ്യൂ ഒന്നും കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ സിനിമ ഇത്രയും പോയി കാണാൻ അത്ര വേർത്ത്. ഇതിപ്പോൾ നമുക്ക് OTT വന്ന് ഒരു പ്രാവശ്യം ഇതിപ്പോൾ ഓൺലൈൻ റിലീസ് ചെയ്തിരുന്നെങ്കിലും വലിയ ഈ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വളരെ ഇങ്ങനെ അവസാനം നമുക്കിപ്പം ചില അവസാനം സീനിലേക്ക് ഇങ്ങനെ വലിയ അഭിനയം എനിക്കറിയാം എല്ലാവരും അഭിനയിക്കാൻ ഇവരെല്ലാം നല്ല നമ്മുടെയൊക്കെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ നല്ല അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരാണല്ലോ. അതിലൊന്നും അത് മാത്രം പോരല്ലോ, നമുക്ക് ഒരു ഫുള്ളൊരു എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെപ്പോലെ ഇപ്പം ചിലപ്പോൾ ഓരോരുത്തർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയും. അഭിപ്രായത്തിന് പറയുന്നത് റിവ്യൂസ് പറയുന്ന പോലെ ആയിപ്പോയി. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്കിത് സിനിമ കണ്ടിട്ട് അത്രയ്ക്ക് ഈ പറയുന്ന പോലെ ഒന്നും ഒരു അനുഭവമല്ലായിരുന്നു കിട്ടിയത് എന്നാണ്.